വന്നിരിക്കുന്നു. ഇയ്യോബിന്റെ വാക്കുകളാണ് പ്രാരംഭമായി നിങ്ങളുടെ മുമ്പിൽ. രണ്ട് വാക്യങ്ങളിൽ കൂടെ താനായിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ചിന്തിപ്പാനായിട്ട് പോകുന്നത് 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും 16-ാം വാക്യവും ഒന്ന് വായിച്ചാല്. എന്റെ നാള് കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ചു, മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ. നീ എത്രത്തോളം നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റാതിരിക്കും, ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. സ്തോത്രം. ഈ രണ്ട് വേദഭാഗങ്ങൾ പ്രാരംഭമായി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഒരു ഭക്തന്റെ ജീവിതയാത്രയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചിന്തിപ്പാനിടയായി ജീവിതത്തിന്റെ സർക്കിളിലേക്ക്, ലോകത്തിന്റെ ആ സർക്കിളിലേക്ക്, ക്രൈസ്തവ ഗോളത്തിലേക്ക്, ദൈവ പൈതൽ എന്നുള്ള പദവിയിലേക്ക് അതിനുശേഷമായി നമുക്ക് ജനിപ്പാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഈ ഭക്ത ജനങ്ങളുടെ ജീവയാത്രയിൽ ആഗ്രഹിക്കാത്തതും ഒരിക്കലും ചിന്തിക്കാത്തതുമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും ഭക്തന്മാർ കുഴഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവമാണ് നമ്മളെ വിളിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവശബ്ദം കേട്ടാണ് നാം ഇറങ്ങിയതെന്ന് വ്യക്തമായിട്ട് അറിയാം. കർത്താവിന്റെ പരിപാലനകരം നമ്മോട് കൂടെ ഉണ്ടെന്നറിയാം. യേശു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രത്തോളം എത്തുവാൻ കഴിയത്തില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ആഗ്രഹിക്കാത്ത തിന്മ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും ദൈവം തന്നെയാണോ നമ്മെ വിളിച്ചത്? ദൈവമാണോ എന്നെ ഈ സാഹചര്യത്തിലാക്കിയത്? ദൈവത്തിന്റെ വഴികളിൽ തന്നെയാണോ വാസ്തവമായി ഞാൻ നിൽക്കുന്നതെന്ന് ഒരു വലിയ ചിന്താഭാരം, ഒരു ചോദ്യചിഹ്നമായി ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഹൃദയത്തിൽ മറുപടിയില്ലാത്ത ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നതും വാക്കുകളിൽ കൂടെ പലപ്പോഴും അത് തിരുവചനത്തിൽ കൂടെ ഭക്തന്മാരുടെ വായ്പാട് നമുക്കിടയാകുന്നുണ്ട്. ഇയ്യോബ് മുതല് യെശയ്യാവ്, ഇരമ്യാവ്, കർമ്മേലിന്റെ മുകളിൽ തീയിറക്കിയതായ ഏലിയാവ്, ഇതുപോലെ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ കുഴച്ചിലിന്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെയും പലപ്പോഴും അവർ മടുത്തുപോയതും പിറുപിറുത്തു പോയതും ജീവിതം തന്നെ ഇനിയും വേണ്ട, വാസ്തവമായും ദൈവശബ്ദമാണോ ഞാൻ കേട്ടത് എന്നൊക്കെ സംശയത്തിന്റെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കാറുണ്ട്. ഇയ്യോബ് തന്റെ വാക്കുകളിൽ കൂടെ പറഞ്ഞ തന്റെ ജീവിതാനുഭവം, ആ വാക്കുകളിൽ കൂടെ തന്റെ ഹൃദയത്തിന്റെ ഭാരം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത്, പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കില്ല. എന്നെ വിടണമേ, എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ശ്രദ്ധ മാറിപ്പോകാതെ സൂക്ഷിക്കുക. നമുക്ക് യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അതിന് മുമ്പ് ചില നിമിഷങ്ങൾ മാത്രം ദൈവത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അയക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവത്തിൽ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ദൈവജനത്തിന് കൊടുക്കുവാൻ നൽകി തന്ന വേദഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് ദയവായി ഈ വചനത്തിൽ കൂടെ ധൈര്യം പ്രാപിക്കത്തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയിലാണ് നാം നിൽക്കുന്നതെങ്കിലും
ജീവിതത്തിൽ പോരാട്ടമുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ഈ നല്ല കർത്താവിന്റെ പിന്നാലെയാണ് നാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രതിസന്ധി വരുന്നത് എന്ന് അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കില്ലാതെ വരുമ്പം അറിയാതെ ദൈവമാണോ എന്നെ ഈ സ്ഥാനത്താക്കി വെച്ചത് എന്ന് പെറുപെറുപ്പിന്റെ വാക്കുകൾ ജീവിതത്തിൽ വരും. 2-3 വേദഭാഗങ്ങൾ എടുത്ത് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിശാലമായ വിശദീകരണത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നില്ല. അതിന്റെ ഒടുവിലേക്ക് എന്ന് വരാം. 42-ാം അധ്യായം. 42-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വേദഭാഗം. അതിന് യോബ് ഉത്തരം പറഞ്ഞെന്താണ്? നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ജീവിതത്തിന്റെ അനേക സന്ദർഭങ്ങളിൽ കൂടെ യാത്ര ചെയ്ത സങ്കടങ്ങളും ദുരിതങ്ങളും, ഒരു ദിവസം 10 ഡെഡ് ബോഡി, നമ്മള് പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ട്, 10 ശവപ്പെട്ടി ഒരു ദിവസം വീട്ടിൽ കയറി വരാൻ നിർഭാഗ്യവാനെന്ന് ലോകം മുഴുവൻ മുദ്ര എഴുതിയത ഇയ്യോബ് തന്റെ ജീവിത സാഹചര്യത്തിൽ കൂടെ അനേക പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയതിനു ശേഷം ദൈവപ്രവൃത്തി വാസ്തവമായി മനസ്സിലാക്കിക്കൊണ്ട് 42-ാം അധ്യായം അതിന് 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തെ നോക്കി അതേ വ്യക്തി പറയുന്നു, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. നീ നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നവന് പറ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. അപ്പോ ഈ 6-ാം അധ്യായം 16-ാം 17-ാം വാക്യങ്ങളിലൊക്കെ വായിച്ചത് താൻ തിരിച്ചറിയാതെ അബദ്ധം പറഞ്ഞു പോയ വാക്കുകളാണ്. സ്തോത്രം. 42-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുമ്പം എന്തുകൊണ്ടാണ് ഭക്തന്റെ ജീവിതത്തിൽ ദൈവം അത് അനുവദിച്ചു കൊടുത്തത് എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ യാത്ര ചെയ്ത അത് ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണ് എങ്കിൽ വാസ്തവമായും നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു മുന്നേറ്റം നമുക്ക് നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സ്തോത്രം. 3-ാം വാക്യം പോലെ താഴേക്കൊന്ന് വായിച്ചാട്ടെ. അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നതിന് പറ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാത്തവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. അടുത്തത് കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെ കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. സ്തോത്രം. കേൾവി മാത്രമേ നേരത്തെ കേട്ടിരുന്നുള്ളൂ, അപ്പോഴാണ് സംശയ വാക്കുകളും പെറുപെറുപ്പുകളും ജീവിതത്തിൽ ദൈവം തന്നെയാണോ എന്നെ ഇങ്ങനെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നത്, ദൈവം അറിയാതെയാണോ എനിക്കിത് സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒടുവിൽ വാസ്തവമായും ദൈവപ്രവൃത്തി മനസ്സിലാക്കിയ ഒരു ദൈവഭക്തൻ പറയുകയാണ്, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു ഭക്തൻ നയിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ വാക്കുകൾ ചിലപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വരും സാധ്യതയുണ്ട്. സ്തോത്രം. താഴേക്ക് വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലിഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പി. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം. ശ്രദ്ധിച്ചാല്, ദൈവം നമ്മുടെ മുഖം ആദരിക്കേണ്ടതിന് ചില കഷ്ടതയുടെ പാതയിൽ കൂടെ ദൈവം നമ്മെ നടത്തും. ഞാനതോട് പറയാം, പിൽക്കാലങ്ങളിൽ ദൈവം തന്റെ ഭക്തന്മാരുടെ മുഖത്തെ ആദരിക്കേണ്ടതിന് കഷ്ടതയുടെ വഴിയിൽ കൂടെ ദൈവം തന്റെ ജനത്തെ നടത്തും. സ്തോത്രം. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നിന്റെ സ്നേഹിതന്മാരുടെ മുമ്പിൽ നിന്റെ മുഖത്തെ ആദരിക്കും.
വായിച്ചാട്ടെ. നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായതൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലിഫസും സൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ മുഖത്തെ ദൈവം തന്റെ മുഖത്തെ ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ച് ആ ക്ഷീണത്തിനിടയിൽ ഇത് നമ്മുടെ മനസ്സിലേക്ക് ശാരീരിക ക്ഷീണത്തിനിടയിൽ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാ ദൈവം എന്റെ മുഖത്തെ ഒന്ന് ആദരിക്കും. പക്ഷേ നമ്മെ ദൈവം ആദരിക്കുന്നതിന് മുൻപ് കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന ചില വഴികളെ നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കഥാവിന്റെ ദാസൻ പാസ്റ്റർ ആർ എബ്രഹാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, പ്രിയ തമ്പിച്ചാന്റെ അളിയൻ മറിയമ്മേന്റെ ആങ്ങള, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഇപ്പോഴത്തെ ആർ അബ്രഹാമിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരു 30 വർഷത്തിന് മുമ്പുള്ള ആർ അബ്രഹാമിനെ ആർക്കും വേണ്ട. ഒന്ന് ചിന്തിച്ചേ. 2010-11 വർഷങ്ങളിൽ ACCയുടെ മീറ്റിംഗിൽ അദ്ദേഹം കടന്നു വന്നപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയത് ഇപ്പോഴത്തെ ആർ എബ്രഹാമിനെയാണ്. 30 വർഷങ്ങൾക്ക് മുൻപുള്ള ആർ എബ്രഹാമിനെ ആർക്കും വേണ്ടായിരുന്നു. അന്ന് ഞാൻ മാടക്കിടയിൽ കിടന്നു നക്ഷത്രം എണ്ണിക്കൊണ്ട് കിടക്കാവുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അക്കാലത്ത് ആരും എന്നെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. എന്നാൽ ഇന്ന് ആദരിക്കുവാൻ അനേകർ എനിക്കുണ്ട്. ഇന്ന് പലരും പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഈ വാചകങ്ങൾ കൂടെ ചിലപ്പം കൂട്ടി പ്രാർത്ഥിച്ചേക്കും, കർത്താവേ ആർ എബ്രഹാമിനെ പോലെ എന്നെയും മാനിക്കണമേ. എന്നാൽ ആർ എബ്രഹാമിന് കഷ്ടതയുടെ ഒരു കാലമുണ്ടായിരുന്നു. നാളത്തേതിൽ നമ്മുടെ മുഖം ആദരിക്കാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ഇന്ന് നാം പോയി വരുന്നു. ഞാനൊന്നുകൂടെ പറയാം. നാളത്തേതിൽ നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ മുഖത്തെ ദൈവം ആദരിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടും. യോബ് പറഞ്ഞത് സത്യമാണ്. തിരിച്ചറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതുപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിത യാത്രയിലും പലപ്പോഴും അറിയാതെ തിരിച്ചറിയാതെ ചിലതൊക്കെ അങ്ങ് പെറുപുറത്തുനിന്ന് വരും. പക്ഷെ പേടിക്കേണ്ട, നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു നല്ല ദൈവമാണ്. നമ്മുടെ അവസ്ഥ കണ്ട് നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക മാത്രം ചെയ്യുക, അവൻ നമ്മുടെ മുഖത്തെ ആദരിക്കും. താഴേക്കുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു വിട്ടാല്, യഹോവ യോബിന്റെ മുഖത്തെ ആദരിച്ചു. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ആമേൻ. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിനെ ഇരട്ടിയായി കൊടുത്തു. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ദൈവം അവന് ഇരട്ടിയായി കൊടുത്തു. ഇത് ഇരട്ടിയായി ഉള്ള ഒരു നന്മ വരാനാണ് ഇതെല്ലാം കയ്യിൽ പോയതെന്ന് ഇയ്യോബിന് ആദ്യം മനസ്സിലായില്ല. സ്വതം ഒന്ന് ചിന്തിച്ച്, ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് ചിലത് പറിച്ചെടുക്കുന്നത് പോലെ എടുക്കുമ്പോ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ചെടുക്കുന്നത് പോലെ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോ നന്നായി വേദനിക്കും. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഉറയ്ക്കാമോ? പിന്നത്തേതിലെ മഹത്വത്തിലേക്ക് ദൈവം നടത്താനാണെന്ന് വിശ്വസിക്കാമോ? സ്തോത്രം. ദൈവവചനത്തിൽ ഇതാണ് അതിന്റെ പരമാർത്ഥം. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവം നമ്മെ നടത്തുന്ന വഴികളിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. ഞാനോട് പറയാം, പിന്നത്തേതിൽ ദൈവം നമ്മുടെ മുഖത്തെ ആദരിക്കാനാണ് ദൈവത്തിന്റെ പ്ലാൻ. നിശ്ചയമായും അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇക്കാലത്തിലുള്ള ചില കഷ്ടതകൾ. നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്താണെന്ന് അറിയാമോ? ഈ ദൈവത്തോട് ചേർന്ന് നിന്നാ മതി. സ്തോത്രം.
നമ്മുടെ കൊച്ചുങ്ങളെ പാടുന്ന ഒരു പാട്ടുണ്ട്. എങ്ങനെയായിരുന്നത്? ദൈവം നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും, മൂവ് ചെയ്യാൻ പറയുമ്പോൾ മൂവ് ചെയ്യും, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുകയും ഞാൻ ചെയ്യും. അതെന്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ ഞാൻ ചെയ്യുമ്പം ദൈവത്തിന്റെ ഒരു സമയമുണ്ട്, അന്ന് അവൻ എന്റെ മുഖത്ത് ആദരിക്കും. സ്തോത്രം, സ്തോത്രം. പക്ഷെ അറിയാതെ ജീവിതയാത്രയിൽ നമ്മൾ കംപ്ലൈന്റ് പറയത്തില്ലേ? പറയും. ഞാൻ ഉൾപ്പെടെ നമ്മൾ കംപ്ലൈന്റ് പറയും. നമ്മൾ ഒന്നിച്ച് നമ്മളെല്ലാവരും കംപ്ലൈന്റ് പറയും. അറിയാതെ ഒരു വാക്കിലെങ്കിലും പറയും. പക്ഷെ കുറിച്ചിട്ടോ ഞാന് വെറും വാക്ക് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് കൊടുക്കാൻ തന്ന ഒരു വേദഭാഗവും ഒരു ആലോചനയും. അതുകൊണ്ട് കുറിച്ചിട്ടു. ഇന്ന് കഷ്ടതയുടെ പാതയിൽ കൂടെ ദൈവം താങ്കളെ നടത്തുന്നു എന്ന് പറയുമെങ്കിൽ താങ്കളുടെ ഉത്തരവാദിത്വം ദൈവത്തോട് ചേർന്ന് നിന്നുകൊള്ളുക. യെശയ്യാപ്രവചനം 50-ാം അധ്യായം 10-ാം വാക്യം വേഗം നിർത്താണ്ട്. യെശയ്യാപ്രവചനം 50-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ യഹോവയെ ഭയപ്പെടുകയും അവരുടെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാണ്. തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാൽ അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്റെ മേൽ ചാരിക്കൊള്ളട്ടെ. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയ സഹോദരങ്ങളെ, ഈ ജീവിതയാത്രയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം വഴി മുട്ടി, എല്ലാം പ്രതികൂലം. വിചാരിച്ചതുപോലെ ഒന്നുമല്ല നടന്നത്, പ്രതീക്ഷിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഒന്നുമല്ല നടന്നത്. എല്ലാം ബ്ലാങ്ക് നിൽക്കുന്നു. അന്ധകാരത്തിൽ ഒരു കൂരിരുട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി നിർത്തിയാൽ എങ്ങനെ നമുക്ക് കാണാൻ കഴിയാതെ ഇരിക്കുമോ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് പകൽക്കാലം ആരെങ്കിലുമെങ്കിൽ ഈ വചനം ഒന്ന് നോക്കി. തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്നാ? ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല, പക്ഷേ വിളിച്ച ദൈവത്തിങ്കിലേക്കൊന്ന് ചാഞ്ഞ് നിൽക്കാമോ? ശാന്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ശാന്തമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറട്ടെ. ഒന്നും മനസ്സിലാകുന്നില്ല, ജീവിതയാത്രയിൽ ഒന്നും തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും ABCD മനസ്സിലാകുന്നില്ല. അതേ വാക്യത്തിന്റെ അതേ അർത്ഥം തന്നെയാണ് ഇത്. എനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവുമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ബ്രാക്കറ്റ് പീരീഡ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ചു. ശ്രദ്ധിച്ച്, അങ്ങനെയുള്ള വ്യക്തികൾ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. പരമാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുഖം ആദരിക്കപ്പെടാനുള്ള ഏക മാർഗം ഇതാ. നമ്മുടെ മുഖം ആദരിക്കപ്പെടാൻ ഏക മാർഗം വഴി തെളിയാതെ നിൽക്കുമ്പോഴും വഴിമുട്ടി നിൽക്കുമ്പോഴും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും അവനിൽ തന്നെ ചാരി നിൽക്കുക. തക്ക സമയത്ത്
അവൻ നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ത്തി. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ത്തി. അവൻ നമ്മുടെ മുഖത്തെ ആദരിക്കും. അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവിൽ കൂടെ പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ഇഹത്തിലും അത് നടക്കും, പരത്തിലും നിത്യതയിൽ സ്വർഗം അത് നടത്തിത്തരും. കാരണം നാം സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ജീവിക്കുന്നത് എവിടെയാ? ഭൂമിയിലാണ്. ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുന്നതും ദൈവം നടത്തി തരും നിശ്ചയം. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ജീവനും ഭക്തിക്കും ആവശ്യമാകുന്ന സകല നന്മകളും നൽകി തരുന്ന ദൈവമാണ്. ഈ യോബിന്റെ പുസ്തകം ഒന്നുകൂടെ വായിച്ച് അതിന്റെ താഴേക്കുള്ള ഭാഗങ്ങൾ. അതിന് പരിചയമുണ്ടായിരുന്നവരൊക്കെയും അവന്റെ അടുക്കൽ വന്നു, അവന്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. ദൈവം ആദരിക്കുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കിക്കോണേ. മുമ്പ് വിട്ടിട്ട് പോയ ആരൊക്കെയായിരുന്നു? സഹോദരന്മാരും സഹോദരിമാരെല്ലാം എന്ത് ചെയ്തു? തിരികെ വീട്ടിൽ വന്നു. അപ്പൊ ചിലരെ ദൈവം ആദരിക്കാൻ തുടങ്ങുമ്പോൾ ചിലരെ ദൈവം എന്ത് ചെയ്യും? ബാല്യകാലത്ത് പിണങ്ങിപ്പോയവരെ, കൗമാരപ്രായത്തിൽ പിണങ്ങിപ്പോയവരെ, യൗവനകാലത്തിൽ പിണങ്ങി മാറി നിൽക്കുന്നവരെ, നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് പോലും ചിലരെ സ്വർഗത്തിലെ ദൈവം നമ്മോട് ചേർത്ത് നിർത്തുമെന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ചാർച്ചക്കാരിൽ പ്രത്യേക എടുത്ത് പറയട്ടെ, നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് ചിലരെ നമ്മോട് ചേർത്ത് നിർത്തുന്ന ഒരു ദിവസമുണ്ടെന്ന് വിശ്വസിക്കാൻ. ആദരിക്കാമെന്ന് പറഞ്ഞവൻ ദൈവമായതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്ന വാക്കാതെ തന്നെ വിട്ടിട്ട് പോയ സഹോദരിമാര് ചിലര് അവരുടെ വീട്ടിൽ വന്നു. എന്നിട്ട് അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു. ഒന്ന് ശ്രദ്ധിച്ച്, അവനോടുകൂടെ ഇനിയും യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് നേരത്തെ സഹതാപമില്ലായിരുന്നു, സന്തോഷമായിരുന്നു. വന്നതെല്ലാം നിന്റെ കുഴപ്പം കൊണ്ടായിരുന്നെന്നാ പറഞ്ഞത്. പക്ഷേ തമ്പുരാൻ മടക്കി വരുത്തപ്പം വാക്കുകൾക്ക് വ്യത്യാസം വന്നു. ഇപ്പൊ എന്താ പറയുന്നേ? വന്നതിനെ കുറിച്ച് അവരെന്ത് ചെയ്യാ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മീയ കോളത്തിൽ ഞാനൊന്ന് പറയട്ടെ, നീ അന്ന് തേടി ഇറങ്ങിയ വഴിയാണ് സത്യമാർഗമെന്ന് പറഞ്ഞ് ചിലർ നമ്മുടെ അടുക്കൽ ഓടി വരുമെന്ന് വെച്ചു. അതല്ലേ നമ്മുടെ പെന്തക്കോസ്ത് ശൈലിയിലുള്ള വാക്ക്. നീ നിന്റെ കുടുംബവും വിശ്വസിച്ചിറങ്ങിയ ആ മാർഗം, അതാണ് സത്യമാർഗമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനിയും മേലാൽ ഈ വീടിനകത്ത് കയറത്തില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ചിലരെ നമ്മുടെ വീടിനകത്ത് കൊണ്ടുവന്ന് നമ്മോടുകൂടെ ഭക്ഷണം കഴിപ്പിക്കുകയും നമ്മോടുകൂടെ കൂട്ടായി ആചരിപ്പാൻ ദൈവം മതിയായ ദൈവമാണ്. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. വന്നത് മാത്രമല്ല എന്തോ കൂടെ ഉണ്ട്. എന്നെ കൊണ്ട് തോന്നുന്നു. ഇന്ന് നമ്മൾ ഞങ്ങൾ ബന്ധിക്കുന്ന എനിക്കൊന്നും വേണ്ട, അതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മളെ മാനിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. വന്ന ആൾക്കാരുടെ എല്ലാം കയ്യിൽ എന്തുകൊണ്ടുണ്ടായിരുന്നു? പൊന്നാണ്യവും പൊന്മോതിരവും ഉണ്ടായിരുന്നു. താഴേക്ക് വന്ന് യഹോവ യോബിനെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അപ്പൊ പിൽക്കാലത്തേക്കാൾ മുൻകാലം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ 7-ാം അധ്യായം 6-ാം വാക്യവും 16-ാം വാക്യവും ജീവിതത്തിൽ നടക്കണം. ശരിയാണോ പറയുന്നത്? ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നോടൊന്ന് എടുത്തു പറഞ്ഞോട്ടെ. ജീവിതത്തിൽ ഇക്കാലത്ത് കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതത്താൽ വന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ ചാരിക്കൊള്ളുക. മുഖത്തെ ആദരിക്കുന്നവൻ കൂടെ ഉണ്ട്.
മാറിപ്പോയവരും പിണങ്ങിപ്പോയവരും വിശ്വാസത്തിന്റെ പേരിലും അല്ലാതെ ഒക്കെ ജീവിതത്തിൽ നകന്നുപോയ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നാട്ടുകാരും ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ മടക്കി വരുത്തുവാൻ ദൈവം മതിയായി. അവരിൽ കൂടെയുള്ള നന്മ നമ്മുടെ കയ്യിൽ വരുവാൻ ദൈവം മതിയായവൻ. 14,000 ആടും 6,000 ഒട്ടകവും 6,000 ഏർ കാളയും 1000 പെൺകഴുതകളും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹബുക് എന്നും പേർ വിളിച്ചു. യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടി അവർക്ക് അവകാശം കൊടുത്തു. അതിനുശേഷം യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. ഞാനിപ്പോ അങ്ങ് തീർന്നു പോകുന്ന പറഞ്ഞ ആള് ദൈവം സന്ദർശിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്ര കൂടെ ജീവിച്ചു? 140. ആഹാ, എന്റെ ആയുസ് തീർന്നു, ഞാൻ ഇതുപോലെ തീർന്നു, ഞാൻ ഇപ്പൊ അങ്ങ് പോകുമേ എന്ന് പറഞ്ഞ ഇയ്യോബിന്റെ ജീവിതത്തിൽ 42-ാം അധ്യായം വന്നപ്പോൾ ദൈവിക വെളിപ്പാടും കാഴ്ചപ്പാടും പ്രാപിച്ചു കഴിഞ്ഞ ഇയ്യോബ് പറയുക, ദൈവമേ, നിനക്കൊന്നും അസാധ്യമല്ലെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എന്റെ പോഷത്വത്താൽ ഞാൻ എന്തെല്ലാമൊക്കെയോ പുലമ്പിപ്പോയി കർത്താവേ, എന്നാൽ എന്റെ മുഖത്തെ ആദരിക്കുന്നവൻ എന്നോട് കൂടെ ഉണ്ട്. തലമുറയുടെ വിഷയത്തിൽ ദൈവനെ മാനിച്ചു, സമ്പത്തിന്റെ വിഷയത്തിൽ ദൈവം അദ്ദേഹത്തെ മാനിച്ചു, വീട്ടുകാരുടെ കാര്യത്തിൽ മാനിച്ചു, സ്നേഹിതരുടെ കാര്യത്തിൽ മാനിച്ചു, നാട്ടുകാരുടെ മുമ്പിൽ മാനിച്ചു. ഇത്രത്തോളം ഒരു മാന്യത സ്വർഗത്തിലെ ദൈവം തന്റെ ഭക്തന് വേണ്ടി മുൻ ഒരുക്കിയത് കൊണ്ടാണ് ആ കഷ്ടത തന്റെ ജീവിതത്തിൽ വന്നത് എന്ന് ഞാനിത് പകലിൽ ഒന്ന് എടുത്തു പറഞ്ഞോട്ടെ. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 ഇങ്ങനെ കൂടെ നമുക്കത് വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒട്ടക്കണത്തിൽ നിന്ന് കരയേറി ഒടുവിൽ വാഗ്ദത്തം നിറവേറി നിൽക്കുന്നതായ യോസേഫ് ഒരിക്കൽ സഹോദരന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിരോധമായി ദോഷം നിരൂപിച്ചു, പക്ഷെ എന്റെ ദൈവം ആ ദോഷത്തെ എനിക്ക് നന്മയാക്കി മാറ്റി. നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ചാരി നിന്നാൽ ഞാൻ ഇന്ന് പറഞ്ഞത് നടക്കും. എന്റെ വാക്കിലല്ല ഞാൻ പറഞ്ഞ, ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ് ഇത് പറഞ്ഞത് കൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ചാരി നിന്നാൽ ഇത് സംഭവിച്ചിരിക്കുന്ന ചെയ്യാം. ഇത് സംഭവിച്ചിരിക്കുന്ന നിശ്ചയം. യേശു പറഞ്ഞതാണെങ്കിൽ യേശുവിന്റെ ആത്മാവിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞിട്ടുള്ളത്, അവനിൽ ചാരി നിന്നുകൊള്ളുക, അവൻ അത് നടത്തി തരുന്ന ദൈവമാണ്. ഒന്നും കാണാതെ ഇരുട്ടിൽ നടക്കുന്നെന്നും അന്ധകാരത്തിന്റെ നടുവിൽ നിൽക്കുന്നെന്ന് തോന്നുമ്പോഴും ദൈവത്തിൽ ചാരിക്കൊള്ളുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊള്ളുക, മുഖത്തെ ആദരിക്കുന്നവർ കൂടെയുണ്ട്. മക്കളെയും 4 തലമുറയോളം കണ്ടു. സഹോദരം, ഇപ്പം പോകുമെന്ന് പറഞ്ഞ പുള്ളി എത്ര തലമുറ കണ്ടു? 4 തലമുറ. ഇപ്പൊ ഞാൻ പോകുമെന്ന് പറഞ്ഞ ആള് 4 തലമുറയോടെ ജീവിച്ചിരുന്നു, കാണാൻ ജീവിച്ചിരുന്നു. അപ്പൊ ആയുഷിന്റെ വിഷയത്തിൽ ദൈവം മാനിച്ചു. സ്വതന്ത്രം എന്നോട് ദൈവം അങ്ങനെ നടക്കട്ടെ, അങ്ങനെ ഒരു വാക്യത്തിൽ കൂടെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചെടുത്തു. ഒരിക്കൽ എന്നോട് സംസാരിച്ചു. ഒരു രാത്രി ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അനുഭവത്തിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, എൻ്റെ ആംപിറ്റിന് ആബ്സസ് ഉണ്ടായി കിടക്കുന്നതായ സമയത്ത്, വളരെ നെഞ്ചിലേക്കൊക്കെ വ്യാപിച്ചതായ സമയത്ത് ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. 6 കഷ്ടത്തിൽ നിന്ന് ഞാൻ തന്നെ വിടുവിക്കും. 7-ാമത്തേലും ഒടുവിൽ ആ ഒരു വാക്കിൽ കൂടെ എന്നോട് ഇടപെട്ടു.
കറ്റ കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കും. കറ്റ കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ദീർഘായുസ് വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനങ്ങ് വിശ്വസിക്കുന്നു. ആ വചനത്തിൽ കൂടെ ഞാനങ്ങ് വിശ്വസിക്കുന്നു. എനിക്ക് ദീർഘായുസുള്ളത് അനുഗ്രഹമാണെന്നാണ് വചനം പറയുന്നത്. ശരിയാണോ? ശരിയാണോ? ദീർഘായുസ് അനുഗ്രഹമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എടുക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? കറ്റക്കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ പൂർണ്ണവാർദ്ധക്യത്തിൽ കല്ലറയിൽ കിടക്കുമെന്നൊരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാലം കടന്നാൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആയുസ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇയ്യോബിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. താഴേക്ക് വാക്യങ്ങളുണ്ടെങ്കിൽ വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. വൃദ്ധനും കാലസമ്പൂർണനുമായി ഞാനിവിടെ നിർത്തുക. ഇതിൽ നിന്ന് സത്യത്തിൽ എന്താ മനസ്സിലായ? നമ്മുടെ ജീവിതത്തിലെ കഷ്ടത നന്മയ്ക്കായി തീരും. ലോകത്തിൽ കഷ്ടതയില്ലെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ അതുപോലൊരു അബദ്ധം വേറെ ഇല്ല. വാസ്തവമായും ക്രിസ്ത്യാനിത്വത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടതയുണ്ട്. സ്തോത്രം. എന്നാൽ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആക്കുന്നു? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഭംഗം വരാത്ത പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉളവാകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ പാതയിൽ കൂടെ അയക്കുന്നു. സ്തോത്രം. കാരണം ഈ കഷ്ടതയുടെ നടുക്കാണ് നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ദൈവത്തിന് കാണേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ച കർത്താവിന് നന്നായിട്ട് അറിയായിരുന്നു കടലിന്റെ നടുക്ക് വരുന്നേ കോളിളക്കം വരുമെന്നുള്ളത്. പക്ഷെ വചനത്തിൽ എഴുതിയിരിക്കുന്ന യേശു നിർബന്ധിച്ചയച്ചു. ശരിയാണോ? യേശു നിർബന്ധിച്ചയച്ച ദൈവത്തിന് നന്നായിട്ട് അറിയായിരുന്നു കടലിന്റെ നടുക്ക് വരുമ്പോ കോളിളക്കം ഉണ്ടാകുമെന്ന്. ഇവരേറ്റവും പതറിയത് അന്നേരം യേശു കൂടില്ല എന്നിട്ടാ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കോളിളക്കത്തിനകത്ത് ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. തലയിൽ വെച്ച് ഉറക്കമായിരുന്നു. എഴുന്നേറ്റ് നിന്ന് ശാസിച്ചപ്പോ അതെല്ലാം ശാന്തമായി. പക്ഷെ ഇപ്പം ആരില്ല. ആഹാ, ചില സന്ദർഭങ്ങളിൽ പ്രതികൂലങ്ങളെ പെട്ടെന്ന് അങ്ങ് തരണം ചെയ്യാൻ കൃപ തരും. അത് കഴിയുമ്പോൾ ഓർത്തോണം, ദൈവം എന്റെ കൂടെ ഇല്ലയോ എന്ന് സംശയം പോലും ജീവിതത്തിൽ ഉണ്ടാകത്തക്കവണ്ണം ചില പ്രതികൂല കാറ്റ് ജീവിതത്തിൽ അടിക്കാൻ സാധ്യതയുണ്ട്. അതിന് നടുവിലും പറയണം, എന്നെ വിളിച്ചവൻ ദൈവമാ. കടലിനക്കരെ പോകാൻ എന്നോട് കൽപ്പിച്ചവനും നിർബന്ധിച്ചവനും എന്റെ ദൈവമാ. കടലിന് നടുക്ക് എന്നെ മുക്കിക്കൊല്ലാനല്ല ദൈവ പദ്ധതി. എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഞാൻ അക്കരയ്ക്ക് ചെല്ലണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ചിലത് ദൈവം തമ്പുരാൻ ഇന്ന് രാവിലെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചന, കർത്താവിന്റെ ദാസനിൽ കൂടെ കേൾക്കാനിടയായ ദൈവത്തിന്റെ ആലോചന, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ വരവോളം അത് തികയ്ക്കുവാൻ മതിയായ ദൈവം. നമ്മോട് നിർബന്ധമായി ചിലത് ചെയ്യാൻ തമ്പുരാൻ നമ്മെ ആഹ്വാനം ചെയ്ത് വിളിച്ചിറക്കിയപ്പോൾ അതിന് നടുവിൽ കൈവിട്ട് മാറിയെന്ന് കൊട്ടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നതിന് നടുവിൽ നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ വാക്കുകളുടെ ദൈവം കൈവിടാത്തവൻ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇതുവരെ കാലം ഒന്ന് വിശ്വസിച്ചേറ്റെടുത്താണ്. ഇന്ന് ഞാൻ പോകുന്ന പ്രതിസന്ധി എന്റെ നാളത്തേതിനു വേണ്ടിയുള്ള വഴികളാണ്. നാളത്തെ എന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വഴികളാണ് ഇന്നത്തെ എന്റെ പ്രതികൂലങ്ങൾ. കടന്നുറയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒന്നടച്ച് വളരെ ശാന്തമായിട്ട് ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഈ വാക്യം വായിച്ച് പ്രബോധിപ്പിക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു വെളിച്ചം തന്നതുകൊണ്ടാണ് ഈ വാക്യം വായിച്ചത്. നിങ്ങളുടെ മനസ്സിൽ ഒന്നുറക്കെ നിങ്ങളെ വിളിച്ചത് ദൈവമല്ലേ? യേശുവല്ലേ നിങ്ങളോട് നിർബന്ധമായി പറഞ്ഞത് ഇന്നത് ചെയ്യാൻ, ഇന്നത് പോകാൻ, ഇന്നിടത്ത് വരാൻ, ഇന്നിടത്ത് പോകാൻ? വരാൻ പറഞ്ഞ കർത്താവ്, പോകാൻ പറഞ്ഞ കർത്താവ്, ചെയ്യാൻ പറഞ്ഞ കർത്താവ് നിർബന്ധമായി പല ആലോചനകളിൽ കൂടെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞ് ചെയ്തതല്ലേ കർത്താവ് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള രംഗങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ? കൂടെ പുറത്ത് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. നിർബന്ധമായി ശിഷ്യന്മാരെ പറഞ്ഞു പെട്ടപ്പോഴും ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ ഇതേ ചോദ്യം ഉണ്ടായി കാണും, ദൈവമേ അങ്ങല്ലോ ഞങ്ങളെ നിർബന്ധിച്ചു പറഞ്ഞയച്ചതെന്ന്. ഇന്ന് പകൽക്കാലം ഉറയ്ക്കുക, വിളിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മുടെ കരം പിടിക്കുന്നു. അവൻ നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. താൽക്കാലികമായി ദൈവം നമ്മുടെ കൂടെ ഇല്ലെന്നുള്ള ചിന്ത വന്നാലും പേടിക്കണ്ട. ഉറയ്ക്കുക, യേശു നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നമ്മെ വിട്ട് ഒരു നിമിഷം പോലും മാറുവാൻ കഴിയത്തില്ല. ഒരു നിമിഷമെങ്കിലും അവൻ നമ്മെ വിട്ട് മാറിപ്പോയാൽ ശത്രുവായ പിശാച് നമ്മെ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും അവന് നമ്മെ വിട്ട് മാറുവാൻ കഴിയത്തില്ല. അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെയുണ്ട്. അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കേ. സ്വർഗീയ പിതാവേ, എന്റെ ജനത്തോട് സംസാരിപ്പാൻ എന്റെ ഹൃദയത്തിൽ നീ പ്രകാശിപ്പിച്ചു തന്ന ആ വചനത്തെ നിന്റെ ജനത്തിന് കൊടുത്തു. കർത്താവേ, നിന്റെ ജനത്തിന് ദൈവം ധൈര്യപ്പെടുത്തിയിരിക്കാൻ സ്വാമി. ഇന്നത്തെ കഷ്ടത നാളത്തെ ഞങ്ങളുടെ മുഖത്തിന്റെ പ്രകാശത്തിന്, ഇന്നത്തെ ഞങ്ങളുടെ നിലവിളി നാളേക്ക് ഞങ്ങളുടെ ചിരിക്ക് വേണ്ടിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ കണ്ണുനീര് നാളത്തെ ഞങ്ങളുടെ വലിയ പ്രതിഫലത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ നിലവിളി നാളത്തെ മഹാസന്തോഷത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ ഞങ്ങളുടെ നിലവിളി നാളത്തെ വലിയ സന്തോഷത്തിന് വേണ്ടി, നാളത്തെ വലിയ സന്തോഷത്തിന് വേണ്ടി. ഇഹത്തിലും പരത്തിലും പ്രതിഫലം തരാമെന്ന് വാക്ക് പറഞ്ഞവൻ, ഇഹത്തിലും പരത്തിലും വാക്ക് തരാം, അവൻ വാഗ്ദത്തം നിവർത്തിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞവൻ, അവൻ ഞങ്ങളുടെ ദൈവമായതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്റെ വചനം ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കൂരിരുട്ടിന്റെ നടുവിൽ നടക്കുമ്പോഴും എങ്ങനെ മുൻപോട്ട് പോകണം, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണമെന്നറിയാതെ നീ തന്നെയാണോ എന്നെ നിർബന്ധിച്ചയച്ചത്? ആലോചന പറഞ്ഞ് എന്നെ അയച്ചത് നീ തന്നെയാണോ? ഞാൻ എങ്ങോട്ട് തിരിയണം? ഈ ചോദ്യങ്ങളുടെ നടുവിൽ, അന്ധകാരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവേ, അടിയനും നിന്റെ ജനത്തിനും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്നിൽ ചാരി നിന്നുകൊണ്ട്, നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരുമാറാകണം. ഞങ്ങളുടെ മുൻപിലത്തെ അവസ്ഥ പിൻപിലത്തെ അവസ്ഥയേക്കാൾ ശ്രേഷ്ഠമായി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കാൻ സ്തോത്രം. എന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നത്, എന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യപുത്രന്മാർ കാണെ ദൈവം ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചൊരുക്കിയിരിക്കുന്നത്. കർത്താവേ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. നമ്മയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഫലത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം. ഇഹത്തിലും ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യുവാൻ മതിയാകാൻ സ്തോത്രം. പ്രാർത്ഥനയ്ക്കിടയിൽ നന്ദി. യേശുവിനുള്ള നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം.